നിഖില വന്നതിന്റെ ആരവാണോ ഇപ്പൊ കേട്ടത്? ഒരു ഹോൺ അടിച്ചല്ലോ അവിടെ. എന്തായിരുന്നത്? ആരോ ഊസല കൊണ്ടുവന്നിട്ടുണ്ടോ? ആണോ? അടിപൊളി. ചെറുത് കഴിഞ്ഞ് തരണേ, വീട്ടിൽ കൊണ്ടുപോകാനാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോ ദമാം നിഖില ഫസ്റ്റ് ടൈം ഇൻ സൗദിയിലും ആദ്യമായിട്ട് നിങ്ങൾ ഇത്രയും പടങ്ങൾ അഭിനയിച്ച് ഇത്രയും നല്ല പാട്ടുകൾ, ആ പോരാമയൊക്കെ പോലുള്ള ഗംഭീര പാട്ടുകളുണ്ട്. എന്നിട്ടും ആ പഴയ തമിഴ് പാട്ടിൽ അറിയപ്പെടാനാണ് യോഗം. അല്ല, അഴകിയ ലൈലാന്ന് കേട്ടാ ഇപ്പൊ എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ആരെയാണ്? പണ്ട് രംഭ ഉണ്ടായിരുന്നു, ഇന്ന് നിഖില വിമല മാത്രമല്ലേ ഉള്ളൂ. കൊടുക്കൊരു വലിയ കൈയടി നിഖിലേക്ക്. നിഖില ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതെല്ലാം വരുന്നെങ്കിൽ ഗുരുവായൂർ അമ്പലം നടയിൽ ശരിക്കും തന്ന ഒരു ഐഡന്റിറ്റി ഭയങ്കര രസമായിട്ടില്ലേ? അവിടെ ഈ ഫിലിപ്പ് എങ്ങനെയാണ് ഇപ്പോഴത്തെ മലയാള സിനിമ, ഇപ്പോ നിഖിലയുടെ ലൈഫ്, ഒപ്പം ദമാമിനോട് എന്താണ് പറയാനുള്ളത്? നമസ്കാരം ദമാം, ഒരുപാട് സന്തോഷം. ഗൾഫ് മാധ്യമത്തിൻ്റെ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ദമാമിൽ വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നു. ടിക്കറ്റ്സ് ഒക്കെ സോൾഡ് ഔട്ട് ആയി എന്ന് കേട്ടപ്പം തന്നെ എനിക്കൊരു ആശ്വാസമായി. സാധാരണ പോകുന്ന പരിപാടിക്ക് ഇത്ര ആൾക്കാർ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളെല്ലാം കാണാൻ വേണ്ടി ഇവിടെ വന്നതിനും മാധ്യമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് താങ്ക് യു. പക്ഷേ നിഖിലയുടെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് കേട്ടിരുന്നോ? നിഖിലയുടെ എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് സഞ്ജു പേടിപ്പിച്ചെന്ന് പറഞ്ഞത് കേട്ടായിരുന്നോ? നിഖിലയുടെ ആ എക്സ്പ്രഷൻസ് വെച്ച് ഒരാള് ഇവിടെ ദമാമിലുള്ള ഒരാള് നമുക്കൊരു എഡിറ്റ് അയച്ചിട്ടുണ്ട്. ആ എഡിറ്റ് കറക്റ്റ് ആണോ നോക്കണേ നിങ്ങൾ. ആ എഡിറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇടുവോ? ഇതിനകത്ത് ഇടുവോ? ഒന്ന് വീഡിയോയിലിടുവോ? ഇതിപ്പോ ഒരുപാട് പേരായിട്ട് പറയുന്നല്ലോ നിഖില. എഡിറ്റ് കൊള്ളായിരുന്നോ? കൊള്ളാമെങ്കിൽ നല്ല കൈഡി എടുത്തു കേട്ടോ എല്ലാവർക്കും. ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ, അതായത് ബേസിലിനെ കണ്ടപ്പോൾ ഉള്ള എക്സ്പ്രഷൻ നാഗവല്ലിയുടെ എക്സ്പ്രഷൻ ആണെന്ന് പറയുന്നത് സത്യമാണോ? അത് ഞാൻ ഉദ്ദേശിച്ചത് മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ മറ്റേ മ്യൂസിക് വരുമ്പോ അത്ര അങ്ങനെ ഇല്ലാന്നാണ് എന്റെ ഒരു വിശ്വാസം. ഉറപ്പായും. പക്ഷെ അപ്പൊ ആ മറ്റേ ഒറിജിനൽ ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം നല്ല തണുക്കുണ്ടല്ലേ, നല്ല തണുക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിറക്കുണ്ട്. നിങ്ങൾ എല്ലാരെയും പോലെ തന്നെ കേട്ടോ, നിഖിലയും ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പിൽ നിൽക്കുകയാണ്. ഞാൻ അധികം വൈകിക്കാതെ തന്നെ നിഖിലയെ കൊണ്ട് അത് നിർത്താം. പക്ഷെ ആ നാഗവല്ലി ഓഡിയോയിൽ ആ എക്സ്പ്രഷൻ ഒന്ന് കണ്ടാൽ കൊള്ളാന്ന് തോന്നുന്നു എല്ലാവരും. ഇപ്പൊ ആ വിറയിൽ കറക്റ്റ് ആണ്, ബാക്കിയും കൂടി കിട്ടിയാൽ മതി. കാണണ്ടേ? ആ നാഗവല്ലി എക്സ്പ്രഷൻ കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ? കറക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ വലിയൊരു ഗൈഡ് കൊടുക്കും അല്ലേ? ആ ഓഡിയോ വന്നിട്ട് കേട്ടെ. മറ്റേ നമ്മളെല്ലാരും ഒരുമിച്ച് ഗംഗെ എന്താ எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு. ഒരുമിച്ച് ഒന്നുകൂടി ഞാൻ പറയണത് വെച്ചാ, ഞാൻ എന്റെ 1 2 3 ഒരുമിച്ച് നമ്മളെല്ലാരും ചേർന്ന് ഗംഗ എന്ന് പറയും കേട്ടാ. റെഡിയല്ലേ? அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட. ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு உன் ரத்தத்தை குடிச்சு എല്ലാരും ചേർന്ന് ഗംഗ എന്ന് വിളിച്ചില്ലേ? സമാധാനമായില്ലേ? ഇപ്പൊ മനസ്സിലായ ശോഭന ചേച്ചി ചെയ്ത് എന്ത് പാടുപെട്ടാണോ? ഇങ്ങനെയാണല്ലോ അവര് ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഫോർ ബീയിങ് എ സ്പോർട്ട്, നിഖില പ്ലീസ് put your hands together for നിഖില വിമൽ everyone. നിഖില നമ്മളിത് തിരിച്ച് ഇവിടെ വീണ്ടും ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. നിഖിലയുടെ കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. പുതിയ പടങ്ങൾ, വിശേഷങ്ങൾ, അടുത്ത സിനിമ ഏതാണ് റിലീസ്? ഇനിയിപ്പോ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു സിനിമ റിലീസിനുണ്ട്. പിന്നെ അരവിന്ദന്റെ റിയലിലെ ടീമിൽ ഞാൻ ചെറിയ കുഞ്ഞു റോൾ ഗസ്റ്റ് റോൾ ഫാമിലി പടമായതുകൊണ്ട് പോയി ചെയ്തിരുന്ന ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ റിലീസിനുണ്ട്.
വെബ് സീരീസുകളുണ്ട്. ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. പേരില്ലൂർ വാസ് അമേസിംഗ് എടാ. പേരില്ലൂരിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഓ ശരി. ഓക്കേ. പിന്നെ സോണിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ഉണ്ട്, ഐസ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇനി റിലീസിനുള്ളതാണ്. ഇതിനൊക്കെ ഇടയിൽ ഒരു പടം നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളം വാഴ ഇറങ്ങിയപ്പോൾ തമിഴിൽ വാഴൈ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിഖിലയുടെ പെർഫോമൻസ് നിങ്ങൾ അത് പറ്റുമെങ്കിൽ ഒന്ന് കാണണം. മാരി സെൽവരാജ് ചെയ്ത ആ സിനിമയിൽ കണ്ടവരുണ്ടോ? ഇപ്പോൾ ആ പടം കാണാൻ പറ്റിയിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടവര് മാത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈഡി വരും. കുറച്ചുപേരെ കണ്ടിട്ടുള്ളൂ, കാരണം അത് ആ പടയത്തിന് വന്നു. പക്ഷെ കണ്ടവർക്ക് അത് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഹോട്ട്സ്റ്റാറിൽ ഇപ്പൊ വരുന്നല്ലേ ഇപ്പോൾ. അപ്പൊ തീർച്ചയായും ദമാം ഷോ for Nikhila Vimal will bring her back on stage. Thank you Nikhila, thank you for being a sport. സന്തോഷം തോന്നുന്നു എന്ന് പറയില്ലേ, എനിക്ക് അങ്ങനെ ഒരാളാണ് ആസിക. എനിക്ക് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. അത്രയും ഞാൻ ചെറിഷ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് ആസിക്കയുടെ ഫാമിലി ആയിട്ടുള്ളത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ആസിക്കനെ എനിക്കറിയില്ല, ജനറലി എപ്പോഴും ആസിക്കയുടെ സിനിമകൾ വരുമ്പോഴും ഒന്നും ഒരുപാട് റെക്കഗ്നിഷൻ കിട്ടിയിട്ട് ഞാൻ കാണാറില്ല. അപ്പം താങ്ക് യു ദമാം, താങ്ക് യു മാധ്യമം ഫോർ റെക്കഗ്നൈസിങ് ഹിം. ഇതൊന്നും അല്ല ഡിസേർവ് ചെയ്യുന്നതെന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു. Thank you. അത് വാങ്ങിച്ചു വെച്ചോളാം. Hey, once again, a picture everyone together. Come on.